ഹലോ, ഇന്ന് നമ്മൾക്ക് സ്പൈറോണോലാക്ടോണിനെ കുറിച്ച് സംസാരിക്കാം. ഈ മരുന്ന് ചില സമയങ്ങളിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദത്തിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നിരുന്നാലും ഈ മരുന്ന് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രത്തിന്റെ ലക്ഷണങ്ങളെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നതാണ്, പ്രത്യേകിച്ച് അമിതമായ രോമവളർച്ചയ്ക്ക്. ഇത് ഗുളികകളുടെ രൂപത്തിലാണ് വരുന്നത്. ഇത് എടുക്കുന്നത് വെള്ളത്തിൻ്റെ കൂടെ ഭക്ഷണത്തിന് ശേഷമാണ്. ഇതിൻ്റെ ദിവസേന ഉള്ള അളവ് എന്ന് പറയുന്നത് 50 മുതൽ 200 mg വരെയാണ്. രോമസംബന്ധമായ അവസ്ഥയ്ക്ക് ചില സമയങ്ങളിൽ ഉയർന്ന അളവ് ആവശ്യമായി വരാറുണ്ട്. രോമവളർച്ചയിൽ കാര്യമായ കുറവ് കാണാൻ ഇത് കുറഞ്ഞത് 6 മാസം വരെയെങ്കിലും എടുക്കണം. എന്നിരുന്നാലും മരുന്നിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പും മരുന്ന് തുടങ്ങുന്നതിന് മുമ്പും ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്പൈറോണോലാക്ടോണിൽ 2 പ്രധാനപ്പെട്ട ഫലങ്ങളുണ്ട് PCOSനെ സഹായിക്കുവാൻ. ഇത് ആൽഡോസ്റ്ററോൺ തടയുന്നു. ആൽഡോസ്റ്ററോൺ എന്ന ഹോർമോൺ ശരീരത്തിൽ ഉപ്പും വെള്ളവും പിടിച്ചുവെക്കുന്നതിന് കാരണമാകുന്നു. സ്പൈറോണോലാക്ടോൺ ദ്രാവകം നിലനിർത്തുന്നതും വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ആൻഡ്രോജൻ റിസപ്റ്റേഴ്സിനെ തടയുന്നു. പുരുഷ ഹോർമോൺസ് അമിതമായ മുടി വളർച്ചയ്ക്കും കുരുവിനും കാരണമാകുന്നു. സ്പൈറോണോലാക്ടോൺ റിസപ്റ്റേഴ്സിനെ തടഞ്ഞ് അതിൻ്റെ ഫലത്തെ കുറയ്ക്കുന്നു. അങ്ങനെ അത് PCOSന്റെ ലക്ഷണങ്ങളെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. ഒട്ടുമിക്ക ആളുകൾക്കും സ്പൈറോണോലാക്ടോൺ എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണയായി ആർത്തവ വിരാമത്തിലുള്ള സ്ത്രീകളിൽ കാണുന്ന പാർശ്വഫലങ്ങളാണ് സ്തനങ്ങളിൽ വേദന അല്ലെങ്കിൽ വീക്കം, ക്രമരഹിതമായ മാസമുറ, എന്ന നിൽപ്പിൽ തല കറങ്ങുക. വളരെ കുറവായിട്ട് കാണുന്ന പാർശ്വഫലങ്ങളാണ് ചർമ്മത്തിൽ തിണർപ്പ്, ക്ഷീണം അനുഭവപ്പെടുക, ഉറക്കം കൂടുക, തലവേദന, ലൈംഗികാസക്തി കുറയുക. ഇത് ഒരു മൂത്രവിസർജന മരുന്നായതുകൊണ്ട് മൂത്രം പോകുന്നത് വളരെ കൂടുതലായിരിക്കും. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം സ്പൈറോണോലാക്ടോൺ എടുക്കുമ്പോൾ. സ്പൈറോണോലാക്ടോൺ എടുക്കാൻ പാടില്ല നിങ്ങൾ ഗർഭിണിയോ ഗർഭിണിയാകാൻ പരിശ്രമിക്കുകയോ ആണെങ്കിൽ. കൂടാതെ അഡിസൺസ് രോഗങ്ങളോ കഠിനമായ വൃക്ക പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സ്പൈറോണോലാക്ടോൺ ഉപയോഗിക്കാൻ പാടില്ല. സ്പൈറോണോലാക്ടോൺ എടുക്കുന്ന സമയത്ത് വളരെ ഫലപ്രദമായ ഗർഭനിരോധന ഉപാധികൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് ഗർഭസ്ഥ ശിശുവിൻ്റെ വികസനത്തെ ദോഷം ചെയ്യുന്നതുകൊണ്ടാണ്. ചികിത്സാ സമയത്ത് നല്ല ഫലം ലഭിക്കുവാൻ മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണം. സ്പൈറോണോലാക്ടോൺ എങ്ങനെ PCOSന്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്ന് ഈ കോമിക്കിലൂടെ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ചികിത്സ പുരുഷ ഹോർമോണിൻ്റെ അളവിനെ കുറച്ച് അമിത രോമവളർച്ചയെ സഹായിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായി ബന്ധപ്പെടുക.